ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇഷ്യൂ സ്റ്റൈല് ബീഫും കൂർക്കയും ഇട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ ബീഫൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം ഏട്ടൻ കൂർക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തോന്നിയൊരു ആഗ്രഹമാണ് കേട്ടോ, ഒരു ഐഡിയ ആണ്. എന്തായാലും ബീഫും കൂർക്കയും ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, കോമ്പിനേഷൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ സ്റ്റൈലിലൊക്കെ, തൃശ്ശൂർ നാട്ടിലൊക്കെ അങ്ങനെ വെക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേയിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തോളൂ. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതേ ഞാൻ തലേന്ന് തന്നെ ബീഫൊക്കെ മേടിച്ചു. 1/2 കിലോ ബീഫ് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര കുറവാണ്. കൂർക്ക അതിനേക്കാൾ കൂടുതലുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ തലേ ദിവസം തന്നെ കുറച്ചൊക്കെ കൂർക്ക നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയും കൂർക്ക നന്നാക്കാനുണ്ട്. ഭയങ്കര പണിയാണ് കേട്ടോ കൂർക്ക നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്ത് ചെയ്യാനാ, കൊതിയായി പോയില്ലേ. നമുക്ക് എന്തായാലും ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് തൃശ്ശൂർ സ്റ്റൈലുള്ള കൂർക്കയും ബീഫും ഉണ്ടാക്കണം. അപ്പോൾ അതേ ഞാൻ ബീഫൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കൂർക്കതെ നന്നാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി എനിക്ക് നന്നാക്കാൻ വയ്യ, കുറച്ചൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാൻ ആദ്യം തന്നെ കൂർക്കയാണ് കേട്ടോ വേവിക്കുന്നത്. കൂർക്കയും ബീഫും വേറെ വേറെ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതേ ആദ്യം തന്നെ നമുക്ക് കൂർക്ക വേവിക്കാം. അതിന് ഞാനൊരു വലിയ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ മതിയാവും. അതിൽ കൂടുതലാവരുത്, നമ്മുടെ കൂർക്ക വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ അത്രയും ആവരുത്, കുറച്ചൊരു ഇതിൽ കിട്ടണം. അപ്പോൾ എന്തായാലും നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കാനുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ബീഫ് അപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞങ്ങൾ ലിവറും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് വലിയ പീസാണ്. അപ്പോൾ അതും കൂടി കട്ട് ചെയ്യണം. അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് കേട്ടോ 1/2 കിലോ ഉള്ളൂ. എന്താവുന്നൊന്നും അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. കൂർക്കയാണ് കുറച്ച് കൂടുതലെന്നാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ബീഫൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേ ഞാൻ കുക്കറിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം പിഴിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ ബീഫ് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാം. സാധാ മസാലകളൊക്കെ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇതൊക്കെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3-4 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുരുമുളക് പൊടി അത് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ, എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് പുരട്ടി കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ബീഫിൽ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി പോരാത്തതിന് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ പച്ച വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 2 തണ്ട് കറിവേപ്പില അതും കൂടി ചേർക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് കിട്ടും നമ്മുടെ ബീഫ് കറിക്ക്. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിത് പ്രഷർ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. വെള്ളം അതൊന്ന് ഊർന്ന് വരും. ഒരു 8 വിസിലോളം വേണ്ടി വരും അത് വേവാനായിട്ട്. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആരും നോക്കരുത് കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അടുക്കള ഇങ്ങനെ ആയിരിക്കും, മെസ്സായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഫുൾ ക്ലീനിങ്. അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നെടുത്ത് കഴിച്ച് നോക്കിയിട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ചുകൂടി ഒരു വേവ് വേണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഒന്നും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതിൽ തീരെ വെള്ളമില്ല. അപ്പോൾ ചിലപ്പോൾ അടിക്ക് പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് പിന്നെ വെച്ചത്. അപ്പോഴേക്കും നമുക്ക് സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി എടുത്തു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്തു, പച്ചമുളക് ചേർത്തു. ഇനി അത് നന്നായിട്ട് വഴണ്ട് വരട്ടെ. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് അധികം ചേർത്താലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. അപ്പോൾ ഇപ്പോൾ ഒരു 2-3 വിസിൽ വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബീഫ് വെന്തോന്ന് നോക്കാം. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, വായ പൊള്ളി.
ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് മസാലകൾ ചേർക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നത് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് മസാല ഞാനിപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല. ഗരം മസാല ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഞാൻ മിക്കവാറും അതാണ് ചേർത്ത് കൊടുക്കാറ്. അതൊന്ന് പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തൊന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മുടെ കൂർക്ക വേവിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ കൂർക്ക വേവിച്ചതും ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇരുന്നവിടെ ആവട്ടെ. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അതവിടെ കുറച്ച് നേരം ഇരുന്നൊന്ന് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ബീഫും കൂർക്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര കൊതി തോന്നി കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മണം എന്തൊരു മണമാണെന്നറിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.